ഇന്നത്തെ സാക്ഷിയായ ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ മകൾക്കൊരു വിസയ്ക്ക് വേണ്ടി ദൈവത്തോട് കണ്ണീരോട് പ്രാർത്ഥിച്ചുകൂടെ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നും പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങളുടെ കണ്ണീര് കേട്ട് ഞങ്ങളുടെ മകൾക്ക് വിസ അടിച്ചു കൊടുത്ത ദൈവത്തിന് 1000 നന്ദി. അതിൻ്റെ അതിൻ്റെ അനിയന് തൊണ്ടയിലൊരു വേദന വന്ന് ആഹാരം ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ 1 മാസം വരെ. അപ്പം അവൻ്റെ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തോട് കണ്ണീരോട് പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ ഇതിനു വേണ്ടി രണ്ടിനു വേണ്ടി ഞാൻ സാക്ഷിയായി നിൽക്കും. ദൈവം അവന് ആകാരം ഇറങ്ങാൻ അവന് ഒന്നില്ലാതെ ഇരിക്കണമേ എന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ്റെ കവ എടുത്ത് ടെസ്റ്റിന് കൊടുത്തേച്ച് അപ്പോഴേ കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്ത് അവന് ഒരു ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞ് ദൈവം ആകാരം ഇറങ്ങാൻ വേണ്ടിയുള്ള വഴി കൊടുത്ത ദൈവത്തിന് 1000 നന്ദി. അറിയില്ല, എനിക്ക് തൊണ്ടയിലൊരു വേദന പുണ്ണായിരിക്കും. അപ്പം ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ച് വരും. അപ്പം തീരെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉണ്ടാവും. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് പെട്ടെന്ന് തൊണ്ടയിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് വന്ന് പൊട്ടിയതിനു ശേഷം എനിക്ക് ആഹാരം ഇറങ്ങില്ല. വെള്ളം ഒന്നും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുഞ്ഞിന് പോലും വിഴുങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 5-6 ദിവസം കൊണ്ട് ആഹാരം ഒന്നും ഇറങ്ങില്ല. അപ്പോൾ വെള്ളം പോലും പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് കണ്ണീരോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം തരണം, ഇതിൽ എനിക്ക് ഇനി താങ്ങാനുള്ള ശക്തി തരണം, എനിക്ക് തൊണ്ടയ്ക്കകത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞിടാം. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേന്ന് ആശുപത്രിയിൽ വേറൊരു ആശുപത്രിയിൽ പോയപ്പോൾ കുറച്ച് വലിയ ടെസ്റ്റുകളൊക്കെ എടുത്ത് അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തൊണ്ടയുടെ അകത്ത് യാതൊരു കുഴപ്പമില്ല. എൻ്റെ കുടുംബത്തിലും ഇതുവരെ നിർത്തി ഓരോ ദിവസവും ഞങ്ങളെ കയ്യിൽ താങ്ങി വഴി നടത്തുന്ന ദൈവത്തിന് 1000 നന്ദി. ഞങ്ങളുടെ അപമാനത്തിനും നിന്നലയ്ക്കും മത്തിയിൽ ഞങ്ങളെ ഇതുവരെ ഞങ്ങളെ നിർത്തിയ ദൈവത്തിന് 1000 നന്ദി. ഞങ്ങളെ ദൈവം ഞങ്ങളെ വഴി നടത്തുമെന്ന് ദൈവത്തിന് ഞാൻ ഉദ്യോഗ വിശ്വസിക്കും. അനുഗ്രഹീതമായ നല്ല സാക്ഷ്യം കേൾപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. ആന്റിയുടെ മകള് സ്തോത്രം. ദൈവാദേശത്ത് മാനിച്ചു നിർത്തിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. എന്റെ സഹോദരന് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. യേശുസ്പദന അദ്ദേഹത്തിന്റെ ആ തൊണ്ടയിൽ നിന്നും ക്യാൻസറിന്റെ പിടിയിൽ നിന്നൊക്കെ വിടുവിച്ച സ്തോത്രം. സ്വർഗം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് ആ സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞ കരവേറ്റ് വാർത്തപ്പെടുത്താം. പ്രിയരെ, ഈ പ്രിയ ആന്റിയുടെ ഈ അസുഖത്തെ ഓർത്ത് ആന്റി തന്നെ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേൾക്കുമല്ലോ. പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. വരാമായിരിക്കുന്ന